എന്നെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് എന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത ആളായിരിക്കുന്നത്. അപ്രോച്ച് ചെയ്തു. അതെന്താ കാര്യം? അട്രാക്ഷൻ ഉള്ള ഐറ്റം ആണോ ഇത്? നല്ലതെന്ന് തോന്നി. നല്ലതിനെ നേരത്തെ അങ്ങ് പിടിച്ചു. സോഷ്യൽ മീഡിയ എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം? ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസർ ആണല്ലോ. അതെ. താങ്കളൊരു ബിസിനസ് വുമൺ കൂടെ അല്ലേ? അതെ അതെ. എന്താ ബിസിനസ് ചെയ്യുന്നത്? ബൊട്ടീക്കും ഉണ്ട്, ജ്വല്ലറിയും ഉണ്ട്. ഇതിൽ ഏതാ നല്ലതായിട്ട് പോകുന്നത്? ഓൺലൈൻ ജ്വല്ലറി. കച്ചവടം പച്ച പിടിക്കുന്നുണ്ടോ? സൂപ്പറായും. എന്നാ കല്യാണം കഴിച്ചത്? 2020. 20. താടിക്കാരന്റെ നാട് എവിടെയാ? എന്റെ കോട്ടയം. ഇടയ്ക്ക് പേര് മാറ്റിയായിരുന്നു താടിക്കാരെന്നുള്ള? ഇല്ലല്ലോ, ഇത് തന്നെ. ഇത് പേര് ഇത് തന്നെ അല്ലേ? ഓക്കെ. ഈ താടി ഇങ്ങനെ വളർത്തുന്നതിൽ വല്ല അട്രാക്ഷൻ ഉണ്ടോ? ഒരു ഐഡന്റിറ്റി കണ്ടപ്പോഴും നമ്മളെ എവിടെ നോക്കിയാലും പെട്ടെന്ന് തിരിച്ചറിയും. നമ്മളെ എവിടെ നോക്കിയാലും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. എന്തൊക്കെ ഫുഡാണ് താങ്കളുടെ അട്രാക്ഷൻ? എന്റെ മെയിൻ ആയിട്ട് ബീഫാണ്. അത് പല രീതിയിൽ ഉണ്ടാക്കും. ബീഫിന്റെ വീഡിയോ ചെയ്തിട്ട് ഇതുവരെ മില്യൺ അടിക്കാൻ പോയിട്ട് വീഡിയോ കണ്ട ബേസിലെ കേട്ടോ, ബീഫിന്റെ വീഡിയോ ചെയ്ത മില്യൺ അടിക്കും എന്ന് വെച്ചാൽ 10 ലക്ഷം പേര് മിനിമം കാണുമെന്നാ പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് ബീഫ് എത്ര കിലോ ബീഫൊക്കെ വാങ്ങിക്കും ഒരു ദിവസം? കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മിനിമം ഒരു 5-6 കിലോ എങ്കിലും ഏറ്റവും കുറഞ്ഞത് വാങ്ങി. താങ്കളുടെ ബീഫിന്റെ ഒരു ചേരുവയുടെ പ്രത്യേകത എന്താ? കാര്യം ഇത്ര 8 മില്യൺ അടിക്കണമെങ്കിലേ. അല്ല, 8 മില്യൺ ഒരു ആരായി കയറി വരുന്നത്? ഈ പിള്ളേർ സെറ്റാണോ അതോ ഈ കഴിക്കാൻ താല്പര്യം? എല്ലാവരും ഉണ്ട്, എല്ലാ കാറ്റഗറിപ്പെട്ട ആളുകളും. ഈ സമയത്ത് കമന്റുകളൊക്കെ വരുമല്ലോ. ഈ കമന്റുകളിൽ ഏറ്റവും താങ്കളെ അലോസരപ്പെടുത്തിയ കമന്റ് എന്തായാലും? മേലെ ഈ പണിയും കൊണ്ട് നടക്കരുത്, നിർത്തി പോണം എന്നൊക്കെ ചില പറയുമല്ലോ. അങ്ങനെ പറഞ്ഞതിൽ ഏറ്റവും അപകടകരമായ കമന്റ് ഏതാ? ഈ ബീഫിന്റെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യ എന്ന് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി ഉൾപ്പെടെയുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു. തലവെട്ടികളെന്ന് പറയുമോ? ഏറെക്കുറെ. അതൊക്കെ പക്ഷെ ഹൈഡ് ആയിട്ടൊക്കെ ഗോമാതാ പാർട്ടികളുണ്ട്. ഞാൻ മാത്രമേ ഇത് കാണത്തുള്ളൂ, പബ്ലിക്കിന് കാണാൻ പറ്റത്തില്ല. ഹൈഡ് ലിസ്റ്റിൽ കിടക്കും. ഹൈഡ് ചെയ്തിട്ടേക്കോ കമന്റ്? നമ്മള് വേർഡ് ഹൈഡ് ചെയ്യും. വേർഡുകൾ ബാഡ് വേർഡ്സ് മുഴുവൻ നമ്മൾ ഹൈഡ് ലിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാല് അവർ ആ വേർഡ് വെച്ച് കമന്റ് ചെയ്താൽ നമുക്ക് മാത്രം കാണാം, പബ്ലിക്കിന് അത് കാണാൻ പറ്റത്തില്ല. ഹൈഡ് ലിസ്റ്റിൽ കിടക്കും താഴെ. ഏതൊക്കെ വേണം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഉള്ള തെറി മുഴുവൻ പറയണം. വല്ലാത്തൊരവസ്ഥയാ കേട്ടോ ഇത് അപ്ലോഡ് ചെയ്തിട്ട്. ഇങ്ങനെ ഇന്ന തെറികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വരുന്ന മുഴുവൻ ഹൈഡ് ആകണം. ഈ 8 മില്യൺ അടിച്ച വീഡിയോ ഓർമ്മയുണ്ടല്ലോ, എന്തായിരുന്നു താങ്കളൊരു പ്രേക്ഷക എന്നുള്ളതല്ലേ പറയണം ആ വീഡിയോയുടെ പ്രത്യേകത? ബീഫിന്റെ നമ്മൾ സാധാരണ മസാല ഇട്ട് ബീഫിന്റെ ആക്ച്വൽ ടേസ്റ്റിനെ നശിപ്പിക്കുന്നതിന് പകരം വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ചേരുവകൾ മാത്രം ചേർത്ത് ഉണ്ടാക്കിയ ഒരു ബീഫിന്റെ ഒരു സൂപ്പായിരുന്നു അത്. ഭയങ്കര ടേസ്റ്റ്, കഴിക്കാൻ കൊള്ളാം. സൂപ്പറാണ്, സൂപ്പറാണ്. ഞങ്ങള് ഫുഡ് ഉണ്ടാക്കുമ്പോ 2 പേരൊന്നും അല്ല, 10-15 പേരുണ്ടാവും. താങ്കൾ ബീഫ് നന്നായിട്ട് കഴിക്കുന്ന ആളാണോ? ഞാൻ നല്ലപോലെ കഴിക്കും. ഏറ്റവും നന്നായിട്ട് ഇഷ്ടം ബീഫാണോ? എനിക്കെല്ലാം ഇഷ്ടമാണ്. അതെന്നെ കാണുമ്പം കെട്ടുവനെയും ബീഫിനെയും കൂടെ 2 വെച്ചാൽ ഏത് ബീഫ് ഇഷ്ടപ്പെടും? ബീഫ് തന്നെയായിരിക്കും. ബീഫായിരിക്കും. കൈയോടെ